റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. പാലക്കാട് പിരായിരിയിൽ BJP-യിൽ പൊട്ടിത്തെറി. ബ്ലോക്ക് പഞ്ചായത്ത് LDF പ്രതിനിധിക്കൊപ്പമുള്ള ഫ്ലക്സിന്റെ പേരിൽ BJP സിറ്റിംഗ് മെമ്പർക്ക് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നാണ് തർക്കം. പിരായിരി പഞ്ചായത്തിലെ BJP അംഗം ദിനേശിനെയാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. പിരായിരിയിലെ 16-ം വാർഡിൽ താൻ നിർദ്ദേശിച്ച വ്യക്തിയെയും തഴഞ്ഞതോടെ സ്വതന്ത്രമായി മത്സരിക്കുമെന്ന് ദിനേശ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ദിനേശിന് പറയാനുള്ളത് എന്താണ് കേൾക്കാം. അതായത് ഈ കഴിഞ്ഞ 2-3 ദിവസം വരെ എൻ്റെ പേര് പട്ടികയിലുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇന്നലെ മിലിങ്ങാനായിട്ട് എൻ്റെ പേര് മാറ്റണം, നിങ്ങൾ വേറെ പേര് തരണം പറഞ്ഞു. ഞാനപ്പോൾ കൊടുന്തിരപ്പള്ളി അരുൺജീൻ്റെ പേര് കൊടുത്തു. ആ പേരും പരിഗണിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാനും നിൽക്കാൻ പാടില്ല, അരുണും നിൽക്കാൻ പാടില്ല പറഞ്ഞാൽ പിന്നെ വേറെ ആരാണെന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് വാർഡിൽ 2-3 പേര് ചേർന്നിട്ടാണ് ഇതിനൊക്കെ മുടക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം DCC സെക്രട്ടറി നന്ദപാലിനാണ് എനിക്കെതിരെ വന്നത്. 85 വോട്ടിനാണ് ഞാൻ ജയിച്ചത്. അന്ന് ഈ പറയുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഞാൻ മത്സരിക്കാൻ 8ഓളം പേരിനെ ശബരിയാട്ടിനെ വിളിച്ചിട്ട് പോയിട്ട് എല്ലാവരുടെ വീട്ടിൽ പോയി കണ്ടത്. അന്ന് മത്സരിക്കാൻ ആരുമില്ല. പക്ഷേ ഞാൻ പറയുന്ന ഒരാളിനെ പോലും മത്സരിക്കാൻ ഇവർ സമ്മതിക്കില്ല എന്ന് പറയുന്ന സമയത്ത് അത് തെറ്റല്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാൽ ജയിക്കുന്നുള്ളത് 100% എനിക്ക് ഉറപ്പാണ്. ഇക്ബാൽ അറക്കൽ നമുക്കിപ്പം. ഗുഡ് ഈവനിങ് ഇക്ബാൽ അറക്കൽ. പോമോനെ ദിനേശ എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകുന്നയാളല്ല ദിനേശൻ. അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡിലൊക്കെ വലിയ ആക്റ്റീവായിട്ടുള്ള ആളല്ലേ ദിനേശൻ. അപ്പോൾ ദിനേശനെ മാറ്റി നിർത്തിയത് ഒരു തെറ്റായ തീരുമാനമായി പാർട്ടി കരുതുന്നുണ്ടോ? തിരുത്തുമോ? സുജിയ, കഴിഞ്ഞ ദിവസം വരെ ഈ പാലക്കാട് പിരായിരിയിലെ ഈ ചേങ്ങോട് വാർഡിൽ ദിനേശൻ തന്നെ BJP-യുടെ സ്ഥാനാർത്ഥിയാകും എന്നുള്ളതായിരുന്നു വിവരം. BJP-യുടെ സിറ്റിംഗ് വാർഡ് കൂടിയാണ് ചേങ്ങോട് എന്ന് പറയുന്നത്. ഏതായാലും ദിനേശൻ അവിടുത്തെ മുൻ കൗൺസിലർ കൂടിയാണ്. അങ്ങനെ അവിടെ പ്രവർത്തനമെല്ലാം നടത്തി വരുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ദിനേശിനെ മത്സരിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ മേഖലയിൽ നിന്നും ജില്ലാ കമ്മിറ്റിയിലേക്ക് ഒരു വിവരം പോകുന്നത്. അതിന് കാരണമായി പറഞ്ഞിരുന്നത് ഈ നെല്ലിക്കുറിശ്ശിയിൽ ഒരു വായനശാല ബ്ലോക്ക് പഞ്ചായത്തിലെ LDF പ്രതിനിധി അനുവദിച്ചിരുന്നു. ഇത് അനുവദിച്ചുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫ്ലെക്സ് LDF പ്രതിനിധിക്കൊപ്പം ദിനേശൻ നിൽക്കുന്ന ഒരു ഫ്ലെക്സ് ആ മേഖലയിൽ സ്ഥാപിച്ചിരുന്നു. അതുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ നസീർ ആണെന്ന് തോന്നുന്നു ആ ഫ്ലെക്സിൽ കൂടെയുള്ളത്. അപ്പോൾ നസീറിന്റെ കൂടെ ഫ്ലെക്സിൽ പേര് വരുമ്പോൾ ദിനേശൻ ആ പദ്ധതിക്ക് വേണ്ടി പ്രയത്നിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് ശരിക്കും ഒരു അഡ്വാൻറ്റേജ് അല്ലേ? 2 പാർട്ടികളിലാണെങ്കിലും നാട്ടിൽ ഒരു നല്ല കാര്യം വരാൻ വേണ്ടി കൂടെ നിന്നു. അതൊരു തെറ്റാണോ ഇക്ബാൽ? തീർച്ചയായും ഒരു തെറ്റല്ല. പക്ഷേ അത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് BJP-യിലെ ചില പ്രാദേശിക നേതാക്കൾ ദിനേശിന്റെ സ്ഥാനാർത്ഥിത്വത്തെ എതിർത്തു എന്നുള്ളതാണ് ദിനേശ് ഇപ്പോൾ ഏതായാലും ആരോപിക്കുന്നത്. മാത്രമല്ല, തനിക്ക് പകരം മറ്റൊരാളെ ദിനേശൻ പകരമായി പേര് നൽകുന്നു ജില്ലാ കമ്മിറ്റിക്ക്. പക്ഷേ ആ പേര് കൂടി പരിഗണിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലൊരു തർക്കം വന്നതോടുകൂടിയാണ് ഇപ്പോൾ ഏതായാലും ദിനേശൻ സ്വതന്ത്രനായി ചേങ്ങോട് വാർഡിൽ നിന്ന് ജനവിധി തേടും എന്നുള്ളത് അറിയിച്ചിട്ടുള്ളത്. തൻ്റെ ഈ പോരാട്ടം എന്ന് പറയുന്നത് പാർട്ടിയിൽ ഇത്തരത്തിൽ തെറ്റായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്കെതിരെയാണ്. കൃത്യമായി വിജയസാധ്യതയുള്ള വാർഡിൽ ഇത്തരത്തിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് വിജയസാധ്യത ഇല്ലാതെയാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. അതുകൊണ്ട് തന്നെ എന്തായാലും അവിടെ ഉയരുന്നുണ്ട്. നെല്ലിപ്പറമ്പ് വായനശാലയ്ക്ക് ഫണ്ട് അനുവദിച്ചതാണ് കേട്ടോ പ്രശ്നം. നാട്ടിലൊരു നല്ല കാര്യം വരാനായിട്ട് ഒന്നിച്ചു നിന്നപ്പോൾ അവിടെ അയാൾക്ക് സീറ്റ് നിഷേധിച്ചു. എന്നാൽ ഞാനില്ലെങ്കിൽ വേണ്ട, മറ്റൊരാളെ നിർത്തൂ എന്ന് പറഞ്ഞ് മറ്റൊരു പേര് ദിനേശൻ സജസ്റ്റ് ചെയ്തു. അതും പറ്റില്ല. അപ്പോൾ ദിനേശൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു. അവിടെ അപ്പോൾ മറ്റാരെങ്കിലും ആ സീറ്റ് കൊണ്ടുപോകുന്നുള്ളതും ഏകദേശം ഉറപ്പായിട്ടുണ്ട്.